എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ എപ്പിസോഡിലും ദൈവം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം വചനത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ഇന്ന് വചനം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലിയാണ്. ആദ്യം നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം. കണ്ണുകളെ അടയ്ക്കാം. ലവ് യു ഫാദർ. ഞങ്ങളുടെ യേശുവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം അവരെ സ്പർശിക്കണം. അവർ എഴുതി തന്ന വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നിലത്തിട്ട വിത്ത് കിളിർത്തു പൊങ്ങുന്ന പോലെ അവരുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി കിളിർത്തു പൊങ്ങട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വചനത്തിലേക്ക് വരാം. ഇന്നത്തെ വചനം നിങ്ങളോട് കർത്താവ് ഇടപെടാൻ പോവാം. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. നിന്റെ ലൈഫിനെ മാറ്റിമറിക്കുന്ന വചനത്തിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കാം. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയ വാക്യത്തോടെ ചിന്ത തുടങ്ങുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 6 verse 36. വളരെ ശക്തമായ വാക്യം അത്രേ. വായിച്ചാട്ടെ. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ, അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുവല്ലേ, നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകൊണ്ട് നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ. ബൈബിൾ പറയാ, എന്റെ പിതാവ് മനസ്സലിവുള്ളവൻ ആകൊണ്ട് നിങ്ങളും മനസ്സലിവുള്ളവർ ആയിരിക്കുവീൻ. മനസ്സുണ്ട്, പക്ഷെ അലിവുണ്ടോ എന്നാ ചോദ്യം. ഞാൻ എപ്പോഴും ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ നിദാനം കയ്യടിയല്ല, അന്യഭാഷയല്ല, സ്തോത്രമല്ല, വിശാലമായ മനസ്സാണ്. ഒരാമീൻ പറഞ്ഞാട്ട്. ഒരു മനുഷ്യന്റെ അനുഗ്രഹത്തിന്റെ നിദാനം അവന്റെ മനസ്സിന്റെ വിശാലതയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഏറ്റവും വലിയ പിടിവലി നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ആമേൻ. പുറത്ത് നല്ല ചുരിദാർ ഇട്ടാലും, നല്ല സാരി ഇട്ടാലും, നല്ല ഉടുപ്പിട്ടാലും, നല്ല പാൻറ് ഇട്ടാലും, നല്ല ഷർട്ട് ഇട്ടാലും, നല്ല ഗ്ലാസ് വെച്ചാലും, നല്ല വാച്ച് കെട്ടിയാലും, നല്ല മൊബൈൽ പിടിച്ചാലും, ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ മനസ്സിനകത്ത് പിടിവലി നടന്നുകൊണ്ടിരിക്കും. ഓ, എന്നോട് ദൈവാത്മാവ് പറയുന്ന ഒരു സന്ദേശം, നിന്റെ മനസ്സ് വിശാലമാണോ, നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാ. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവ് പറയുന്നു, പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ദൈവം പറയുന്നു, ഞാൻ നിന്നോട് മനസ്സലിയുന്ന ദൈവം. ഓ, ചിലരോടുള്ള പ്രവചന ദൂത് പോലെ പറയാം, കഴിഞ്ഞ 10 വർഷം നീ പ്രാർത്ഥിച്ചിട്ട് ചലിക്കാത്ത വിഷയത്തിന്മേൽ എന്റെ ദൈവം മനസ്സലിയാൻ പോവാ. നടക്കത്തില്ലെന്ന് പറഞ്ഞു നീ സങ്കടപ്പെട്ട വിഷയത്തിന്മേൽ ദൈവം ഇറങ്ങുവാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം ചിലരോട് മനസ്സലിവ് കാണിക്കും. എന്നോട് കർത്താവ് പറയുന്നു, ദൈവം നിന്നോട് മനസ്സലിഞ്ഞെന്ന് നിന്റെ ദേശത്തുള്ള ചിലർ അറിയും. ഓ, ദൈവം നിന്നോട് മനസ്സലിഞ്ഞത് നിന്റെ ചുറ്റുപാടുകൾ അറിയും. ദൈവം നിന്നോട് മനസ്സലിഞ്ഞത് നിന്റെ ചാർച്ചക്കാർ അറിയും. അത്തരത്തിൽ എന്റെ ദൈവം പറയുക, നിന്നോട് ഞാൻ മനസ്സലിയും. ഓ, വ്യക്തി അലിയുന്ന കാര്യമല്ല, ദൈവം നിന്നോട് മനസ്സലിയും. വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കണമേ, കർത്താവ് ഏത് വ്യക്തിയും വിടുവിക്കാൻ ദൈവം തയ്യാറാ. അനിവൃതനെ വിടുവിക്കാൻ ദൈവം തയ്യാറാ. രായിച്ചാനെ വിടുവിക്കാൻ ദൈവം തയ്യാറാ. ആരെയും വിടുവിക്കാൻ ദൈവം തയ്യാറാ. ആമേൻ. പക്ഷെ കർത്താവ് ഒരൊറ്റ ചോദ്യം ചോദിക്കൂ, നിനക്ക് വിടുവിക്കപ്പെടാൻ മനസ്സുണ്ടോ? ബെത്സയിദ കുളക്കരയിൽ വരുമ്പോ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ മനുഷ്യനോട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവ് റെഡിയാ, പക്ഷെ നിനക്ക് മനസ്സുണ്ടോ? ഞാനൊരു ചോദ്യം കോട്ടയം ജീസസ് ഹോസ്റ്റലോട് ചോദിക്കട്ടെ, നിനക്ക് പിശാച് വരച്ച സർക്കിളിനകത്തുനിന്ന് പുറത്തു വരാൻ മനസ്സുണ്ടോ? നിനക്ക് പുറത്തു വരാൻ മനസ്സുണ്ടോ? കർത്താവ് പറയാൻ, ഞാൻ റെഡി. ബെത്സയിദ കുളക്കര കിടക്കുന്ന മനുഷ്യനോട് നിങ്ങൾ ചോദിച്ചേ, നീ വിടുതൽ കണ്ടിട്ടുണ്ടോ? പിന്നെ അതേ കണ്ടിട്ടുള്ളൂ. നിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കും വിടിവിക്കപ്പെടുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല. ഒരാമീൻ വരുന്നില്ല. ആമേൻ. അവൻ കണ്ട പോലെ സൗഖ്യം ഈ വേൾഡിൽ ആരും കണ്ടിട്ടില്ല. 38 കൊല്ലം കൊണ്ട് സൗഖ്യത്തിന്റെ പരമ്പര തന്നെ. ആ ദൂതൻ ഇറങ്ങുമ്പോ പട്ടപട്ട സൗഖ്യമാണ്. ആമേൻ. പക്ഷെ അവനോട് കാണാനേ ഭാഗ്യമുള്ളൂ. അവൻ വിടുതൽ കണ്ടാ പോരാ, അനുഭവിക്കണം. എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ മനസ്സലിയാൻ തയ്യാറാ, ചിലരെ പുറത്തു കൊണ്ടുവരാൻ തയ്യാറാ. ഞാൻ പരിശുദ്ധാത്മാവെ വിളിച്ചു പറയാം, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ സമയമായി.
ഈ ഫാസ്റ്റിംഗിന്റെ തേർഡ് ഡേ നിന്നെ എവിടെ ഒതുക്കിയോ അവിടെ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് എന്നെ കാണിക്കുക. പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു, നിനക്ക് വിടുവിക്കപ്പെടാൻ മനസ്സുണ്ടോ? നിനക്ക് പുറത്തു വരാൻ മനസ്സുണ്ടോ? നിനക്ക് അത്ഭുതം കാണാൻ മനസ്സുണ്ടോ? നിന്റെ പൈസ കർത്താവിന് വേണ്ട, നിന്റെ മനസ്സ് മതി. ആമേൻ, ആമേൻ എന്ന് പറഞ്ഞ ആരും സ്വത്രാറ്റി ഇടാതിരിക്കരുത്. ബ്രദർ പറഞ്ഞായിരുന്നല്ലോ പൈസ വേണ്ട, മനസ്സ് മതിയെന്ന്. ഗ്ലോറി. ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മുടെ മനസ്സ് വേണം. ആമേൻ, ആമേൻ, ആമേൻ. അവനോട് ചോദിക്കുക. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു ചോദ്യ കർത്താവ് ചോദിച്ചേ? സൗഖ്യമാകാൻ മനസ്സില്ല, ഇവൻ ഇവിടെ വന്ന് കിടക്കുവോ? ചെല്ലുവയ്ക്ക ബ്രദറെ, സൗഖ്യമാകാൻ മനസ്സില്ല, ഞങ്ങൾ യോഗത്തിന് വരുവോ? അങ്ങനെ വന്നവനോടാ കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ? ഞാൻ വന്നത് നിന്നെ പുറത്തിറക്കാനോ? എന്നോട് പരിശുദ്ധാത്മാവ് പറയാ, ചിലർ വരച്ച സർക്കിളിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. വിശ്വസിക്കാൻ കൃപ ലഭിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഓ, എനിക്കറിയാം ചിലർ പുറത്തിറങ്ങാൻ സമയമായി. നിന്റെ ഭാവിയെ കുറിച്ച് നീ ലിമിറ്റ് ചെയ്ത മുഴുവൻ മേഖലകളും എന്റെ കർത്താവ് പൊട്ടിച്ചിട്ട് നിന്നെ പുറത്തെടുക്കാൻ പോകുകയാ. നീ ഒരു അത്ഭുത വിഷയമാകാൻ പോകുകയാ. നീ ദേശത്തൊരു ആശ്ചര്യമാകാൻ പോകുകയാ. നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം പുറത്തെടുക്കും. കർത്താവിന് ഒന്ന് മാത്രമേ അറിയണം, നിനക്ക് മനസ്സുണ്ടോ? ഒരിക്കൽ കുഷ്ഠരോഗി യേശുവിന്റെ അടുക്ക വന്നു കേട്ടോ. എന്ന് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധമാക്കാൻ പറഞ്ഞു. എന്റെ കർത്താവിന് മനസ്സുണ്ടോന്ന്. അവന് മനസ്സേ ഉള്ളൂ. ഗ്ലോറി. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം. അവനെ തൊട്ടു, ആ മിനിറ്റിൽ ശുദ്ധമായി. ഗ്ലോറി. ഇനി ഞാൻ വാക്യത്തിലേക്ക് വരിക. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, ചിലരോട് ദൈവം മനസ്സലിവ് തോന്നും. നിനക്ക് സൗഖ്യമോ മനസ്സുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ, മുമ്പോട്ട് വരുമ്പോൾ അത് പ്രസംഗിക്കുന്നുണ്ട്. കർത്താവ് നിന്നോട് മനസ്സലിഞ്ഞു. ബൈബിൾ പറയാ, കർത്താവ് നിന്നോട് മനസ്സലിഞ്ഞ പോലെ നീ മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? മനസ്സലിഞ്ഞ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ മറ്റൊരാൾക്കും ദാനം ചെയ്യണം. അതായത് ദൈവം നമ്മളോട് മനസ്സലിഞ്ഞെങ്കിൽ നാം പലരോടും മനസ്സലിയേണ്ടത് ആവശ്യമത്രേ. പഴയ നിയമത്തിലോട്ട് നമുക്ക് വരാം, പുതിയ നിയമത്തിലോട്ട് ഓടി വരാം. വേദപുസ്തകം പറഞ്ഞു, ദൈവം മനസ്സലിഞ്ഞ ചില ചരിത്രങ്ങളെ ബൈബിളിൽ തൊടാൻ പോവാ. എന്നോട് കർത്താവ് പറഞ്ഞു, എന്തിനു ദൈവം ചിലരോട് മനസ്സലിയുന്നു? വായിക്കാം. എക്സോഡസ്, പുറപ്പാട് പുസ്തകം വായിക്കാം. ഹല്ലേലൂയ. അതിന്റെ 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. എക്സോഡസ് ചാപ്റ്റർ 2 വേഴ്സ് 6. അവളത് തുറന്നാറെ പൈതലിനെ കണ്ടുകിട്ടി. അവളത് തുറന്നാറെ പൈതലിനെ കണ്ടുകിട്ടി. കുട്ടി ഇതാ കരയുന്നു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു. ഒരാമീൻ പറഞ്ഞോട്ടെ. ഒരു രാജകൽപ്പന നിലനിൽക്കുന്നു. കൽപ്പന എന്താണെന്നറിയാമോ? ഏത് ആൺകുഞ്ഞ് ജനിച്ചാലും അവനെ ജീവനോടെ കൊന്നുകളയണം. ആമീൻ. ഏത് ആൺകുഞ്ഞ് ജനിച്ചാലും എന്ത് ചെയ്യണം? അവനെ ജീവനോടെ കൊന്നുകളയണം. ആമേൻ. പെൺകുഞ്ഞാണെങ്കിൽ അതിനെ രക്ഷിക്കാം. നിയമം നിലനിൽക്കുമ്പോൾ തന്നെ വാഗ്ദത്ത പ്രകാരം മോശക്കുഞ്ഞ് ജനിക്കുകയാണ്. ഞാൻ ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് തുടങ്ങുക. നിയമം എത്ര ശക്തിയുള്ളതായാലും വാഗ്ദത്തമുള്ളവന് അതൊരു വിഷയമല്ല. ഒരാമീൻ പറഞ്ഞാട്ടെ. പ്രതിസന്ധി എത്ര ശക്തമായി വന്നാലും വാഗ്ദത്തം ഉള്ളവന് അതൊരു വിഷയമല്ല. വെല്ലുവിളികൾ എത്ര കരുതമായി വന്നാലും വാഗ്ദത്തമുള്ളവനെ അത് ബാധിക്കത്തില്ല. നമ്മുടെ വിഷയം എന്താണെന്നറിയാമോ? നമ്മുടെ മേൽ വാഗ്ദത്തം ഉണ്ടെന്നുള്ളതാണ്. മുഴുവൻ പേർക്കും ഉറപ്പാണ് നിങ്ങളുടെ മേൽ വാഗ്ദത്തം ഉണ്ടെന്ന്. ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 21-ാമത്തെ ദിവസം ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ 1, 2, 3, 4, 5 എന്ന് വാഗ്ദത്തങ്ങൾ നിറവേറി നിൽക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. ഇതൊരു അത്ഭുതമാണ് ദൈവാത്മാവ് കാണിച്ചു തരിക. ശ്രദ്ധിച്ചു കേട്ടെ ബ്രദർ. കർത്താവിന്റെ സ്വന്തം പരിശുദ്ധാത്മാവ് അവിടെ കുറിക്കപ്പെട്ടിരിക്കുക. ദൈവത്തിന്റെ സ്വന്തം മോശക്കുഞ്ഞ് ജനിച്ചു. ബൈബിൾ പറയുന്നു 3 മാസം അവന്റെ മാതാപിതാക്കൾ അവനെ എന്ത് ചെയ്തു? എപ്പോഴും ഒരു കാര്യം പറയാം, വാഗ്ദത്തം ഉള്ളവനെ ഒത്തിരി നാൾ ഒളിപ്പിക്കാൻ പറ്റത്തില്ല. ആമേൻ. ചിലതിനെയൊക്കെ പേടിച്ചു. വാഗ്ദത്തമുള്ളവനെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചാലും എന്നും ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. വാഗ്ദത്തമുള്ളവൻ പുറത്തു വരും. ഒരാമയും വരുന്നില്ല. വീണ്ടും ഞാൻ ആവർത്തിച്ച് പ്രവചിക്കുന്നു, നീ പുറത്തു വരാൻ സമയമായി. നീ വെളി വരാൻ സമയമായി. ചില ലിമിറ്റേഷനെ പൊട്ടിക്കാൻ സമയമായി. നിന്നെ ദൈവം പുറത്തെടുക്കാൻ ടൈമായി. അത് വിശ്വാസത്താൽ കാണുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഓ, ദൈവത്തിന് ശ്രദ്ധിക്കുക. മോശക്കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞ് എന്ത് ചെയ്തെന്നറിയാമോ? ഗ്ലോറി.
മോശ കുഞ്ഞിനെ ഒരു ഞാങ്ങണ പെട്ടകത്തിൽ വെച്ചു. അതിന്റെ സൈഡിൽ പശയും കീലും തേച്ചു. ഗ്ലോറി, ഹല്ലേലൂയ. പെട്രോൾ കണ്ടുപിടിച്ച എങ്ങനെയാന്ന് ചോദിച്ചാ വേദോസം വായിച്ചാ കണ്ടുപിടിച്ച്. ഗ്ലോറി, പശയും കീലും തേച്ചു. ആ ഭാഗം തപ്പിപ്പോയപ്പം ഇതെവിടാ ഉണ്ടാകുന്നേ? ഗ്ലോറി. അങ്ങനെ തപ്പിച്ചെന്ന കണ്ടുപിടിച്ചെന്ന ദൈവത്തിന് സ്തോത്രം. ഒരു പഠനം ശ്രദ്ധിച്ചു കേട്ടെ. ദൈവം ചുരുക്കി അങ്ങ് പറയാം. കർത്താവിന് സ്തോത്രം. പെട്ടകം ആമി നദിക്കകത്തു ഒഴുകി വരിക. അവിടെ കാണുന്ന ഭയാനകരമായൊരു കാഴ്ചയുണ്ട്. ഏതെങ്കിലും ആൺകുഞ്ഞ് പിറന്നാൽ അതിനെ കാലെ പിടിച്ച് നദിക്കകത്തേക്ക് എറിയും. വെള്ളം കുടിച്ച് പിഞ്ചു ചോരക്കുഞ്ഞ് ചോര വാർന്നുകൊണ്ട് ആ കുഞ്ഞ് വെള്ളം കുടിച്ച് ചത്ത് വീർത്ത് പുഴുത്ത് പൊങ്ങിക്കിടക്കുന്ന ശവങ്ങളുടെ നടുവിലൂടെ ഒരു പെട്ടകം ഒഴുകി വരിക. അത് മനസ്സിലാകണമെങ്കിൽ ഇവിടുന്ന് ഒരു കാറെടുത്ത് എറണാകുളം വരെ പോയിട്ട് തിരിച്ച് അപകടമില്ലാതെ തിരിച്ച് കോട്ടയത്ത് വന്നാൽ അറിയാതെ സ്തുതിക്കും. കാരണം കോട്ടയം മുതൽ എറണാകുളം വരെയുള്ള യാത്രയിൽ നൂറുകണക്കിന് പെടുമരണങ്ങൾ നടന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ നിന്റെ വാഹനത്തിനൊരു കേടുവരാതെ, ഒരു അനർത്ഥം വരാതെ നിന്നെ ചുറ്റി പരിപാലിച്ച് മടക്കി വരുത്തിയെങ്കിൽ ഓർക്കണം, നീ അവന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. പുഴുത്ത ശവങ്ങൾക്കിടയിലൂടെ മോശക്കുഞ്ഞിനെ ഒഴുക്കി വിടുക. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം, വാക്തത്വമുള്ളവൻ ആരും അനുഭവിക്കാത്ത പ്രതിസന്ധിക്കകത്തൂടെ പോകേണ്ടി വരും. ആരെങ്കിലും ആരും അനുഭവിക്കാത്ത പ്രതിസന്ധിക്കകത്തൂടെ പോന്നെങ്കിൽ ഓർത്തോണം, മറ്റാരുടെ മേലും ഇല്ലാത്ത വാക്തത്വം നിന്റെ മേലാ. ഞാൻ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവിന് സ്തോത്രം, ആമി എന്തുകൊണ്ട് കർത്താവിന് സ്തോത്രം ആമി ദൈവമക്കൾക്ക് വലിയ പ്രതിസന്ധി വരുന്നു? കർത്താവ് പറയുന്നു, വലിയ വാക്തത്വം അവർക്കുള്ളത് കൊണ്ട്. ഒരാമയും വരുന്നില്ല. നിന്നെ കുറിച്ച് ആരെങ്കിലും അപവാദം പറയുന്നെങ്കിൽ ഓർത്തോണം, നിനക്ക് ഭയങ്കര വാക്തത്വമാ. ഒരാമയും പറഞ്ഞാട്ട്. ഓ, ചിലർ പറയുമോ ബ്രദർ, ആ ബ്രദറിനെ കുറിച്ച് ആമി അപവാദം പറയാത്ത ഒറ്റ ദൈവദാസൻ ഇന്ത്യയിലുണ്ടെങ്കിൽ, വേൾഡിലുണ്ടെങ്കിൽ എന്നെ കാണിച്ചു ഞാൻ അവാർഡ് തരാം. ഓ, വാക്തത്വമുള്ള എല്ലാവർക്കും അപവാദമുണ്ട്. വാക്തത്വമുള്ള എല്ലാവർക്കും എതിരുണ്ട്. കാരണം എന്താണെന്നറിയാമോ? പിശാചിനറിയാം, ഇവനെ വിട്ടാൽ അവൻ ലോകത്തെ ഇളക്കി മറിക്കും. തിരിച്ചറിയാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ 2015 കണ്ണുനീരിന്റെ വർഷമല്ല, അത് വാക്തത്വത്തിന്റെ വർഷമാ. അത് തലകുനിക്കുന്ന വർഷമല്ല, തല നിവർത്തുന്ന വർഷമാ. അത് സങ്കടപ്പെടുന്ന വർഷമല്ല, സന്തോഷിക്കും. ശ്രദ്ധിക്കുക. എനിക്ക് ആ ഭാഗത്തോട് ഓടിപ്പോണം. അവിടെയാണ് കർത്താവിന്റെ ദൂതിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഞാങ്ങണപ്പെട്ടകം ഒഴുകി വരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവിന് സ്തോത്രം. ഞാൻ ഒരിക്കൽ നോക്കിയപ്പം ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. ഓ, ഈ ലീഡർമാർ ഒരാൾ ഓടി വന്ന് എന്റെ കാലിന്റെ ചോട്ടിൽ നിന്ന് എന്തോ എടുത്തോണ്ട് പോയി. ഓ, ഞാനോടത്ത് എന്താ യോഗം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു പറഞ്ഞു, അതൊരു മൊട്ടസൂചിയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തിനാ എടുത്ത്? അത് ബ്രദറിന്റെ കാലെ കയറുമെന്ന് വിചാരിച്ചെടുത്താ. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊരു മൊട്ടസൂചിയെ കാണാൻ സ്റ്റേജിൽ ഇരുന്നവർക്ക് കണ്ണുണ്ടെങ്കിൽ, ഈ നൂറുകണക്കിന് തോഴിമാര് നടക്കുന്ന ഈ നദീതീരത്ത് അവരുടെ ആരുടെയും കണ്ണ് മോശയെ കണ്ടില്ല. വിശ്വാസമുണ്ട്, ദൂത് പറയാം. എടാ, വാക്തത്വമുള്ളവനെ മറയ്ക്കാനും വെളിപ്പെടുത്താനും കർത്താവിന് കഴിയും. വാക്തത്വമുള്ളവനെ മറക്കേണ്ടിടത്ത് മറയ്ക്കും, വെളിപ്പെടുത്തേണ്ടിടത്ത് കർത്താവിന് സ്വന്തം. ഒരിക്കൽ മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് പോയപ്പോ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ 5 പേരുടെ കാറിൽ പോവാ. ഹല്ലേലൂയ. ഒരു ബിസിനസ്സുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് പൊട്ടിപ്പോയി. പാസ്പോർട്ടും ഇല്ല, വിസയും ഇല്ല, ലേബർ കാർഡും ഇല്ല, ഒന്നുമില്ല. പോലീസ് കൈ കാണിച്ച് വണ്ടി പിടിക്കുമെന്നായപ്പോ പുള്ളി പറഞ്ഞു, എൻ്റെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ കൂട്ടുള്ളവർ ചോദിച്ചു, എന്നാലും ശരിയാന്ന്. ഓ, ശരിയായൊന്നുമില്ല, നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശരിയായെന്ന് പറഞ്ഞ. ഓ, അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ബ്രദർ പ്രശ്നമോ? അപ്പൊ പുള്ളി, എന്നെ പിടിക്കത്തില്ല. ഞാൻ ചോദിച്ചേനാ, ഞാൻ വാക്തത്വമുള്ളതാണ്, നിങ്ങൾ കണ്ടോ എന്നെ പിടിക്കുകയില്ല. പുറകെ ഇരുന്ന 3 പേരുടെ പാസ്പോർട്ട് നോക്കി, എൻ്റെ നോക്കി, ഡ്രൈവറെ നോക്കി. ഇപ്പുറത്തെ ആളുടെ പാസ്പോർട്ട് നോക്കാൻ പോയപ്പോൾ ഒരു പോലീസുകാരൻ സിഗ്നൽ കാണിച്ചിട്ട് ഒരു വണ്ടി നിർത്തിയില്ല. അപ്പൊ മറ്റേ പോലീസുകാരൻ വിളിച്ചു, അവരെ വിട്ടാല് നീ വന്നേക്കാൻ. വണ്ടി പോയപ്പം പുള്ളി ചോദിച്ചു, കണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ ബ്രദർ, ഇത് ആദ്യ സംഭവം എവിടെ? 100 എണ്ണം കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ പിടിച്ചല്ലോ, നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ട്, പിന്നെ പിടിച്ചാ എന്നാ? അപ്പൊ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഉപദേശിയായിട്ട് എന്നെ പിടിച്ചില്ലയോ? അതൊന്നും എനിക്കറിയത്തില്ല. ഉപദേശിയെക്കാട്ടി വലിയ വാക്തത്വമായി എൻ്റെ മേൽ പുള്ളിയുടെ വാദമാ.
ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ ദൂത് പറയട്ടെ. പരിശുദ്ധാത്മാ പറയടാ, വാക്തത്വമുള്ളവനെ ഒളിപ്പിക്കേണ്ടിടത്ത് ഒളിപ്പിക്കുന്നവനാ ദൈവം. നിനക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക. നിന്നെ തകർക്കാൻ ചിലർ പദ്ധതിയിട്ട ദിവസം അവൻ നിന്നെ ഒളിപ്പിച്ചതെന്ന് ഓർക്ക്. അനർത്ഥം നിനക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ നിന്നെ ഒളിപ്പിച്ചത് ഓർക്ക്. പ്രതിസന്ധി നിനക്ക് വരും. ഇനി ശ്രദ്ധിക്കണം. രാജാവിന്റെ രാജകുമാരി നീരാട്ടിനിറങ്ങി. സാധാരണ ഇറങ്ങുന്ന സമയമല്ല, പക്ഷെ എന്നാൽ രാജകുമാരുടെ അകത്തൊരാവേശം നീരാട്ടിന് പോകാൻ. നീരാട്ടിന് പോയപ്പം ശ്രദ്ധിച്ചു കേട്ടെ, നദീതീരത്തൂടെ നടന്നു. തോഴിമാർ കണ്ടില്ല, രാജ്ഞിയുടെ കണ്ണ് കണ്ടു. 20 പേരുടെ 40 കണ്ണ് കാണാതെയും ഒരാടെ കണ്ണ് കാണുകയും ചെയ്താൽ അതെന്തോ പരിപാടിയാ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കിടന്ന് മൊട്ടസൂചി കണ്ടവരുണ്ട്. അങ്ങനെ വിടുവോ? ഇങ്ങോട്ട് നോക്ക. 20 പേരുടെ 40 കണ്ണ് കാണാത്തടത്ത് രാജ്ഞി ഓർഡർ ഇട്ടു, എടുത്തോണ്ട് വാ. തുറക്കാൻ ഓർഡർ ഇട്ട തുറന്ന അവിടെ അടക്കിയനെ, പക്ഷെ എടുത്തോണ്ട് വാ. വാക്കല്ല, കൽപ്പനയാ. എടുത്തോണ്ട് വന്നു. കൊച്ചിനെ കയ്യിലോട്ട് പിടിച്ചു. ഇപ്പൊ നോക്കിയേ, കൊല്ലാൻ വിധിച്ചവന്റെ കയ്യിൽ വാക്തത്വം ഇരിക്കുക. ഇനി മാ ദൂത് പറയുന്നേ, 3 മാസം പ്രായമുള്ള കൊച്ചിന് എന്തോ ഭാരമുണ്ട്. 3 മാസം കഴിഞ്ഞപ്പം 6 കിലോയുള്ള കൊച്ചിനെ ഞെക്കിക്കൊല്ലാൻ അനുവാദമുള്ളവരുടെ കൈ കൊച്ചിരിക്കുമ്പം തമ്പുരാൻ ഈ വാക്തത്വത്തോടൊന്നും മനസ്സിലാക്കി. രാജ്ഞിയുടെ ഓർഡർ നദിയിലേക്കല്ല, ഇവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ദൂത് തിരിക്കാൻ പോവുക. ഒരു മുറിക്കകത്ത് ഒതുക്കിയവനെ തമ്പുരാന്റെ വാക്തത്വത്തിലേക്ക് ദൈവം കൊണ്ടുപോകുക. വിശ്വസിക്കാൻ കൃപ ലഭിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. വിശ്വാസമുള്ളവർ ആർത്തു വിളിച്ചൊരു ഹല്ലേലൂയ പറ. എനിക്ക് അവിടെ പ്രസംഗിക്കണം, ആ ദൂത് പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്നോട് ദൈവാത്മാ പറയാ, അമ്മി വാക്തത്വമുള്ള നിന്നെ അമ്മി ചില മാസങ്ങൾ ഒതുക്കിയെങ്കിൽ ഇനി ഒതുക്കാൻ പറ്റത്തില്ല. രംഗത്ത് കൊണ്ടിരിക. നിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? നിനക്ക് വേണ്ടി തുറക്കുന്നത് രാജകൊട്ടാരത്തിന്റെ കവാടവാ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക. പ്രവാചകന്മാർ നിന്നോട് പ്രവചിച്ച പ്രവചനം ഇന്ന് പകൽ നിറവേറത്തക്കവണ്ണം നിനക്ക് വേണ്ടി രാജകൊട്ടാരത്തിന്റെ നിന്നോട് വിശ്വസിച്ച ദൂത് പറയാം. വാക്തത്വമുള്ള നിനക്ക് തുറക്കുന്നത് രാജവീഥികളാ. വിശ്വാസമുണ്ട് ആമീൻ പറഞ്ഞാട്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയാ, വാക്തത്വമുള്ള നിന്നെ ഒതുക്കിയിട്ടടത്തുന്ന ദൈവം നിന്നോട് മനസ്സലിയാൻ പോകുകയാ. ഈ ഫാസ്റ്റിംഗിന്റെ 3rd ഡേ 21ാമത്തെ ദിവസം ആശീർവാദം പറയുന്നതിന് മുമ്പ് രാജകൊട്ടാരത്തിന്റെ ഡോർ ശ്രദ്ധിച്ചേ. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ മോശക്കുഞ്ഞ് എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ കൊണ്ടുപോയേ? എത്രാമത്തെ മാസത്തിൽ? ഒന്ന് സഹകരിച്ചേ. 3ാമത്തെ മാസത്തിൽ ആമി കർത്താവിന്റെ സ്തോത്രം. മോശയുടെ വീട്ടിൽ മോശയ്ക്ക് കൊടുത്താൽ എന്നാ കൊടുക്കും പറ? 3ാമത്തെ മാസത്തിൽ കൊടുക്കുന്ന ആഹാരം എന്തുവാ? പാല്, കൂവപ്പൊടി കലക്കിയത്, ഇങ്ങനെ ഓരോന്ന് കൊടുക്കും. പക്ഷെ ഇവിടുത്തെ ഫുഡല്ല, അവിടുത്തെ ഫുഡ് രാജകീയമാണ്. പിടികിട്ടിയോ? ഇനി മോശയുടെ അമ്മയുടെ ഭാഗ്യം ഓർത്തേ. അപ്പൊ ചോദിക്ക, കൊച്ചിന് പാലൂട്ടാൻ ഒരാളെ വേണം. 30ാം തീയതി ശമ്പളം. എടാ, വാക്തത്വം ഉള്ളവനെ പ്രസവിച്ച ശമ്പളം വാങ്ങിച്ചോണ്ട് വാങ്ങി. ഞാനേ അമേരിക്കയിൽ ഫ്ലോറിഡായി ചെന്നേ. ഫ്ലോറിഡായി ഞാനും ഒരു ജോണച്ചാനും കൂടെ ഫ്ലോറിഡായി കൂടെ രാവിലെ അവിടെ ഇങ്ങനെ ചിക്കനെല്ലാം തിന്ന് അമ്മി ചുരുണ്ട് മറിഞ്ഞ് കിടന്ന് രാവിലെ നടക്കണം, അല്ലെ പ്രശ്നമാണ്. ശേഖാനിക്കാൻ പറ്റത്തില്ലല്ലേ. അതുകൊണ്ടാ ഇങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പം ഓപ്പോസിറ്റിൽ കൂടെ ഒരു 10-68-70 വയസ്സുള്ള ഒരു അമ്മച്ചി പട്ടാളക്കാർ വരുന്ന പോലെ വരുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കി, അവരെന്നെ നോക്കി, ഞാൻ അവരെ നോക്കി, അവരെന്നെ നോക്കി. എനിക്കിവരെ പരിചയമുണ്ട്. അങ്ങോട്ട് പോയി 1.5 കിലോമീറ്റർ ഞങ്ങൾ നടന്ന് തിരിച്ചു വന്ന വീണ്ടും അമ്മച്ചി അതുപോലെ വരുക. ഞാൻ കൈ കാണിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇവിടെ ഇത് കാണിക്കരുത്. ഞാൻ പറഞ്ഞു, മലയാളിയാ, കുഴപ്പമില്ല. കോഴഞ്ചേരിക്കാരിയാണോ? ആണോ. ആ മുറുക്കാൻകടലെ പാപ്പച്ചാന്റെ ഭാര്യയാണോ? അതെ. ഞാൻ ചോദിച്ചു, ഇവിടെ എന്നാ? അതെ, എൻ്റെ ഒരു കൊച്ചു രക്ഷിക്കപ്പെട്ടു. ആമി, എൻ്റെ മോൻ രക്ഷിക്കപ്പെട്ടു. അവനൊരു കൊച്ചിനെ കല്യാണം കഴിച്ചു. അവൻ അമേരിക്കയിൽ ഫ്ലോറിഡായില്ല.
അവക്കൊരു കൊച്ചുണ്ടായി, അതിന് വന്ന വിഷയത്തിലോട്ട് കയറാൻ പോവുക. സ്തോത്രം. നിന്റെ അമ്മ സംഭവിച്ച് വാഗ്ദത്തമുള്ള നിനക്ക് അർഹിക്കാത്ത വഴിയാ. എന്നോട് ദൈവം പറയാ, ഞാൻ ഇന്ന് പകൽ ജീസസ് വോയിസിനകത്ത് ചിലരോട് മനസ്സലിയാൻ പോവാ. നിനക്ക് വേണ്ടി അടഞ്ഞ രാജവീഥികൾ, നിനക്ക് വേണ്ടി അടഞ്ഞ രാജവീഥികൾ ഇന്ന് പകൽ വാഗ്ദത്തമുള്ള നിനക്ക്. ഇവിടെ വിശ്വാസികൾ അറിയാത്തൊരു കാര്യം സ്റ്റേജേ നടക്കുന്നുണ്ട്. എന്താ കാര്യം എന്നറിയോ? ആരെങ്കിലും ഒക്കെ വാഗ്ദത്തം കയറി പറയുമ്പം ഞാൻ അപ്പുറത്തിരിക്കുന്നവര് എന്നെ നോക്കി പറയുന്ന കാര്യമുണ്ട്. എന്നാ ഇനി ജർമ്മനി വെച്ച് കാണാം. പാസ്പോർട്ട് പോലും കയ്യിലില്ലാത്ത പറച്ചിലാ പറയുന്നത്. അതെന്താ? വാഗ്ദത്തം ഉണ്ടെന്ന് ഉറപ്പാ. ഒരു ആമീൻ പറഞ്ഞാട്ട്. വാഗ്ദത്തം ഉള്ളവൻ ഉറപ്പ് വേണം നിങ്ങളുടെ അകത്ത് വാഗ്ദത്തം ഉണ്ടെന്ന്. വിശ്വാസത്തോടെ ആമീൻ പറഞ്ഞാട്ട്. എന്നോട് ദൈവാത്മാ പറയുന്നു, ചിലർക്ക് വേണ്ടി രാജവീഥികൾ തുറക്കാൻ പോകുകയാ. ഈ ഫാസ്റ്റിംഗിന്റെ തേർഡ് ഡേ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. എത്ര നാളായി നിന്റെ കാലിന് പ്രയാസം തുടങ്ങിയിട്ട്? കുറച്ച് ദിവസം ഞാൻ ഗുളിക കഴിച്ചാൽ ജോലിക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഹാഫ് ഡേ ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരി നടക്കുന്നേ. വലിയ പാടായിരുന്നു. വലിയ പാടാ. ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ. ഇപ്പം നിന്നെ ഓടിക്കാൻ പോവാ. നിന്റെ മുഴുവൻ രോഗം ഇപ്പം മാറ്റുക. ഒന്ന് ചിരിക്ക്. ചിരി ഫ്രീയാ. ചിരിക്കുന്നതിനോട് ഒരു പൈസയും കൊടുക്കണ്ട. ഫ്രീയാ. ഇപ്പൊ കർത്താവ് നിന്നെ വിടുവിക്കാൻ പോവാ. ദ നെയിം ഓഫ് ജീസസ്. അവൻ എന്തിയാ നിൽക്കുന്നത്? ഒരു കാല് മേപ്പോട്ട് വെച്ചാ നിൽക്കുന്നത്. കാരണം അവൻ്റെ ഇവിടുന്ന് തുടങ്ങിയ പ്രശ്നമാണ്. ഇവൻ്റെ കാലിൻ്റെ പത്തി വരെ അവൻ നീരും കഴപ്പും വേദനയും ഉള്ളവനത്രേ. പക്ഷെ യേശുവിനെ തൊടാൻ പോവാ. ഹീലിംഗ് പവർ, ബ്ലഡ് ഓഫ് ജീസസ്. ഒരു ചെറിയ സോള പാടാൻ. ഹീലിംഗ് പവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പം നീയേ, യേശു ജീവിക്കുന്നു. അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവിന്റെ ശക്തി. അങ്ങേ ഞാൻ ആരാധിക്കും. ഇനി ഒരു സാക്ഷ്യം കേൾക്കണ്ട. നിങ്ങൾ കണ്ടോണ്ട് നിൽക്കുക. ബ്രദറെ, എന്താ സംഭവിച്ചേ? കുറെ നാളുകളായിട്ട് എനിക്ക് നടുവിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പം എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് ഹാഫ് ഡേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ് മറ്റേ ഞാൻ തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് ഹാഫ് ഡേ അല്ല, നിന്റെ പൈസ കുറേ പൈസ എനിക്ക് തരുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് അതുപോലെ വയ്യായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, എന്നാൽ അടുത്ത വീട്ടിൽ ആരാധനയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ജീസസ് വോയിസിൽ ഇന്ന് പോകുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് എൻ്റെ ദിവസമാണ്, എൻ്റെ കർത്താവ് തന്നെ വിടുവിക്കും എന്ന് പറഞ്ഞു. വിശ്വാസത്താല് അവന്റെ രോഗം ദൈവം കാണിച്ചു തന്നെ ഈ സ്റ്റേജിൽ നിങ്ങൾ കൺമുമ്പിൽ കണ്ടു അവനെ യേശു സൗഖ്യമാക്കിയത്. ഇപ്പൊ ഒരു വേദനയില്ല, ഇല്ല, ഒന്നുമില്ല. ആൾ മാറിയതുപോലെയായി. ഇപ്പോൾ ശുശ്രൂഷിച്ച വചനം നിങ്ങളെ തൊട്ടിട്ടുണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ബാധകൾ ഒഴിഞ്ഞു പോകും. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ മുഴങ്കാലിൽ നിൽക്കാമെങ്കിൽ നിൽക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അലട്ടുന്ന പ്രശ്നം അവരെ വിട്ടു പോകട്ടെ. ക്യാൻസറുകൾ ഹീലാകട്ടെ, തൈറോയിഡുകൾ ഹീലാകട്ടെ, ബാക്ക് പെയിനുകൾ ഹീലാകട്ടെ, എല്ലാ കേഴ്സും ബ്രേക്ക് ആകട്ടെ, എല്ലാ പരാജയവും മാറിപ്പോകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ.
ഇവരെ യേശുവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളുടെ മനസ്സിലും കർത്താവ് പറയുന്നില്ലേ, നിങ്ങളുടെ പേരിൽ ഇങ്ങനൊരു TV ശുശ്രൂഷ നടത്തണമെന്ന്? ഇന്ന് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി 10 ലക്ഷം പേർ ചേർന്നാ പ്രാർത്ഥിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും വേണ്ട ഈ പ്രാർത്ഥന. നിങ്ങൾക്ക് ദൈവം തരുന്ന അനുഗ്രഹത്തിന്റെ ഒരു ഭാഗം ജീസസ് വോയിസിന്റെ TV ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്നിട്ട് ഞങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു നിൽക്കുക, അല്ലെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.